ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ചക്കരച്ചോറ്, നമ്മുടെ പഴയകാല ഓർമ്മകളൊക്കെ ഉണർത്തുന്ന രീതിയിലുള്ളൊരു ചക്കരച്ചോറ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടാവുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു 3 അച്ച് ശർക്കര, വലിയ അച്ചുള്ള ശർക്കരയാണ്. അത് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം. നമുക്കത് പാനിയാക്കി എടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നവരരിയാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ നമ്മൾ പായസം വെക്കുന്ന അരി, അതുപോലെ പിന്നെ പച്ചരി, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നവരരി. അത് ഒരു 200 ml ഉണ്ടാവും. മൊത്തം എത്ര അരിയാണ് ആ ഒരു പാത്രത്തിനുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ആ ഒരു കപ്പിൽ തന്നെ ഞാൻ ഒരു 2.5 പാത്രം വെള്ളം ഇതുപോലെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വേവാനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. ആ സമയത്ത് നമ്മുടെ ശർക്കരയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 3 വിസിലിൽ നമ്മളിതിങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെള്ളം ഇതിന് കറക്റ്റായിരുന്നു. നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അത്യാവശ്യം നമ്മൾ വേവണം. നമ്മൾ ചക്കരച്ചോറാകുമ്പോൾ അരിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇനി അതിലേക്ക് ഞാനൊരു 4 നമ്മുടെ ഏലക്കയുടെ സീഡ്സ് നമ്മൾ പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ ഇതുപോലെ ഒരു ബൗള്, 1/2 കപ്പ് തേങ്ങ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശർക്കരപ്പാനി ഏതാണ്ട് തണുത്തിട്ടൊക്കെ ഉണ്ടാവും. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു അധികം അഴുക്കൊന്നും ഇല്ലാത്തായിരുന്നു. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3.5 അല്ലെങ്കിൽ ഒരു 4 അച്ച് വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ആ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് നമ്മളിതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് നമ്മളൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതായത് ആ ഒരു തേങ്ങയൊക്കെ ഒന്ന് മിക്സാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് നെയ്യിൽ ഇതുപോലെ കാഷ്യൂ വറുത്തിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ മുന്തിരി, അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഇടാം. അതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണുള്ളവർക്ക് അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കാഷ്യൂ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു ഉള്ളിയുടെ ഒന്നും ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മളത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമ്മളിതിലേക്ക് കൊട്ടി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ടാകും. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കത് നമ്മുടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്. അലങ്കാരത്തിന് ഞാൻ 2 തുളസി ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് പച്ചരി കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പായസത്തിൻ്റെ ആ ഒരു അരി കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു ചക്കരച്ചോറ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.